ഇന്നത്തെ യാത്ര കോഴിക്കോടുള്ള സർഗാലയിലേക്കാണ്. ഞങ്ങൾ കല്യാശ്ശേരിയിലെ ടീമൊക്കെ രാത്രിയാണ് എത്തിയത്. നേരെ ഞങ്ങളുടെ മുറിയിലേക്ക് ചെന്നു. അപ്പോഴേക്കും അവിടെ തളിപ്പറമ്പിലെ ടീമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പുതിയ ആർപിമാരെയൊക്കെ പരിചയപ്പെട്ടു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പോയി. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മ പോയി കിടന്നുറങ്ങി. സർഗാലയ വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. രാവിലെ തന്നെ നമ്മൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി. 20 ഏക്കർ വിസ്തൃതിയിലുള്ള കരകൗശല ഗ്രാമമാണ് സർഗാലയ. കേരള ടൂറിസം വകുപ്പ് 2011 ഫെബ്രുവരി 19 15 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. അങ്ങനെ ഞങ്ങള് ദോശയും സാമ്പാറും ചട്നിയും കഴിച്ചു. നേരെ ട്രെയിനിങ് നടക്കുന്ന ഹാളിലേക്ക് ചെന്നു. MGNREGS സോഷ്യൽ ഓഡിറ്റ് വില്ലേജ് റിസോഴ്സ് പേഴ്സൺമാരുടെ ഓഡിറ്റ് വൈദഗ്ധ്യം വളർത്തുന്നതിനുള്ള തുടർ പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. രജിസ്ട്രേഷനും കാര്യപരിപാടി അവതരണത്തിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ ചെന്നു. ബിസ്ക്കറ്റും ചായയായിരുന്നു. അതിനുശേഷം ഞങ്ങളൊന്ന് സർഗാലയൊന്ന് വേഗത്തിലൊന്ന് നടന്നിട്ട് വന്നു. രണ്ടാമത്തെ സെഷന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്നു. വളരെ നല്ലൊരു ഉച്ചഭക്ഷണമായിരുന്നു നമുക്ക് അന്ന് അവിടെ നിന്ന് ലഭിച്ചത്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും സർഗാലയ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കേരള സംസ്ഥാന ടൂറിസം അവാർഡ് ദാന ചടങ്ങുകൾ ഇവിടെയാണ് നടക്കാറുള്ളത്. വിവിധതരം കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന 60ഓളം സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനുകളിൽ ഞങ്ങൾ സോഷ്യൽ ഓഡിറ്റിന്റെ RP അംഗങ്ങൾ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ചർച്ചകൾ നടത്തി. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് പങ്കുവച്ചു. സോഷ്യൽ ഓഡിറ്റ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, ഫയലുകളുടെയും രേഖകളുടെയും വിലയിരുത്തൽ എന്നിവ നടത്തി. വൈകുന്നേരം ചായ ഉഴുന്നുവടയും കഴിച്ചു. ബില്ല് പരിശോധനയും അളവുകൾ രേഖപ്പെടുത്തലും പദ്ധതി നിർവഹണം സംബന്ധിച്ച വിവരശേഖരണവും നടത്തി. പിന്നീട് സോഷ്യൽ ഓഡിറ്റിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി. ക്ലാസ്സിന് ശേഷം ഞങ്ങൾ മുറിയിലേക്ക് ചെന്നു. രാത്രിയിൽ ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു ഉണ്ടായത്. രാത്രി ഭക്ഷണത്തിന് ശേഷം സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭയുടെ റോൾ പ്ലേ നടത്തി. രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ റെഡിയായി എല്ലാവരും ക്ലാസ്സിൽ ചെന്നു. രാവിലെ തന്നെ ചർച്ചയായിരുന്നു നടന്നത്. അതിനുശേഷം എല്ലാവരും ചായ കുടിക്കാൻ ചെന്നു. ഇഡലി, സാമ്പാർ, ചട്നി ആയിരുന്നു ഇന്നത്തെ പ്രഭാത ഭക്ഷണം. DRPമാരുടെ ക്ലാസ്സുകൾക്ക് ശേഷം വീണ്ടും ഒരു ചായ കുടിച്ചു. അതിനുശേഷം MGNREGSന്റെ പഞ്ചായത്ത് തല അധികൃതരായ ഓവർസിയറിന്റെയും എഞ്ചിനീയറുടെയും ക്ലാസ് കിട്ടി. പിന്നീട് വീണ്ടും ഉച്ചഭക്ഷണത്തിനായി ചെന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ സർഗാലയ മൊത്തം ഒന്ന് കറങ്ങി ഓരോ സ്റ്റാളുകളും സന്ദർശിച്ചു. ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെയാണ് സർഗാലയയിലെ ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കരകൗശല മേളയാണിത്. 350ഓളം കരകൗശല നിർമ്മാണ തൊഴിലാളികളാണ് ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാറുള്ളത്. മൂരാട് പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സർഗാലയയില് ബോട്ടിംഗ് സൗകര്യവുമുണ്ട്. വിവിധതരം കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന 60ഓളം സ്റ്റാളുകൾ ഇവിടെയുണ്ട്. പരമ്പരാഗത കരകൗശല വസ്തുക്കളില് പുതിയ സാങ്കേതിക വിദ്യ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ഡിസൈൻ ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ് സെന്ററും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സർഗാലയ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി വന്ന് ഇലയുടെയും ചായയും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു.